പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മുൻപിൽ ബാക്കിയായിരിക്കുകയാണ്. ഇപ്പോൾ ഇഷയുടെ മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇഷ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി താൻ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ഉറപ്പിച്ചു തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് തൻ്റെ അച്ഛനോട്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വീണ്ടും ഓഫീസിൽ വന്ന് ഇതേപ്പറ്റി സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന റാംമോഹൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഇനി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഇഷ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി ഞാൻ കൃത്യമായി നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോയിക്കൊള്ളാം. ഇനി അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഡിവോഴ്സിന് സമ്മതം നൽകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്ന റാംമോഹൻ ഞാൻ പറയുന്നത് നീ അനുസരിക്കുക തന്നെ വേണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കി ആവുകയാണ്. ഇപ്പോൾ ഇഷയാകട്ടെ തൻ്റെ തീരുമാനത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് റാംമോഹൻ ആകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. ഇതോടെ വേദനിച്ച് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയം ഇതെല്ലാം കാണാൻ ഇടയാകുന്ന അഭിഷേക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ്. ഇഷയെ ചെന്ന് കണ്ട് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇനിയൊരു വിട്ടുവീഴ്ച ചെയ്തിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ച് പോയിരിക്കുകയാണ് എല്ലാവരും. മാത്രവുമല്ല ഇതേ തുടർന്ന് ഇഷ രാഹുലിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള കാര്യം തിരിച്ച് അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് രാഹുൽ. പക്ഷേ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് റാംമോഹനെ ചെന്ന് കണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ് രാഹുൽ. രാഹുലിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനോട് ക്ഷമ ചോദിക്കാനും ഞാൻ തയ്യാറാണ്. ഇത് കേൾക്കുന്ന രാഹുൽ അതിൻ്റെ ആവശ്യമില്ല അങ്കിൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഞാൻ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. മാത്രവുമല്ല ഇനി അങ്കിളിനെ വിഷമിപ്പിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷയുടെ തീരുമാനം അതാണ് എങ്കിൽ ആ കാര്യം സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. അവൾക്ക് ഡിവോഴ്സാണ് വേണ്ടത് എങ്കിൽ ആ ഡിവോഴ്സ് നൽകാനും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അങ്കിൾ. അങ്കിൾ സന്തോഷമായി ഇരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് റാംമോഹൻ ഇഷ ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ഇതേ തുടർന്ന് തൻ്റെ മകളെ തിരുത്താൻ സാധിക്കാത്തതിലുള്ള വിഷമം തനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നല്ലൊരു അവസരമാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ വീണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രാഹുലാകട്ടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗിച്ച് ഇയാളെ കൊന്നാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുകയാണ് എങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. ഇയാളുടെ ശല്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണം.
എന്നാൽ മാത്രമാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എൻ്റെ രീതിയിലേക്ക് വരികയുള്ളൂ. ഇഷയ്ക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് പറ്റിയ അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. സ്വത്തുക്കളെല്ലാം ഇനി ഞാൻ മാറ്റിയെഴുതാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന റാം മോഹൻ, അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ നിന്റെ പേരിലേക്ക് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി മറ്റാരും തടസ്സം ഉണ്ടാക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇതേ തുടർന്ന് നീന വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഉദ്ദേശിച്ചതുപോലെ സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് എത്തിച്ചേരുന്ന നാൾ അധികം ദൂരമല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നതിനായി റാം മോഹൻ മുന്നിലേക്ക് എത്തുന്നതും ഇഷയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിക്കുന്നതും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.